രാജ്യത്തിൻ്റെ ടൂറിസം മേഖലയിൽ ഏറ്റവും ശ്രദ്ധേയമായ പഹൽഗാമിൽ നടന്ന പാകിസ്ഥാൻ ഭീകരവാദികളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്കായി പകരം ചോദിക്കാൻ വിധവകളാക്കപ്പെട്ട സ്ത്രീകളുടെ സിന്ദൂരരേഖ മായ്ച്ചതിന് ഉടനടി മറുപടി നൽകിയ ഓപ്പറേഷൻ സിന്ദൂർ. രാജ്യമൊന്നാകെ ഒറ്റക്കെട്ടായി തിരിച്ചടി നൽകിയ ആ രാത്രിക്ക് മുൻപ് സിന്ധു നദീജല കരാർ, ഷിംല കരാർ അടക്കം റദ്ദാക്കി താക്കീത് നൽകിയ ഇന്ത്യക്ക് വില നൽകാതെ മുൻപോട്ട് പോയ പാകിസ്ഥാൻ ഒടുവിൽ ഇപ്പോൾ ഇന്ത്യയില്ലാതെ മുൻപോട്ട് പോകാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കി ഇന്ത്യക്കരികിൽ എത്തിയിരിക്കുകയാണ്. പാകിസ്ഥാനുമായുള്ള വ്യാപാര, സാമ്പത്തിക, രാഷ്ട്രീയ സഹകരണം കുറച്ച് വർഷങ്ങളായി ഇന്ത്യ പ്രോത്സാഹിപ്പിക്കുന്നില്ല. എന്നിട്ടും ഇന്ത്യയിൽ നിന്നുള്ള ഇറക്കുമതി പാകിസ്ഥാൻ കുറയ്ക്കുന്നില്ല. മാത്രമല്ല, ഇറക്കുമതി വർദ്ധിപ്പിച്ചിരിക്കുകയാണ് എന്ന് ഇക്കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട്. ചൈനയിൽ നിന്നുള്ള ഇറക്കുമതിയും പാകിസ്ഥാൻ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇന്ത്യയിലേക്കും ചൈനയിലേക്കുമുള്ള പാകിസ്ഥാന്റെ കയറ്റുമതി പക്ഷേ കുറയ്ക്കുകയും ചെയ്തു. അതേസമയം മറ്റ് അയൽ രാജ്യങ്ങളായ ബംഗ്ലാദേശ്, നേപ്പാൾ, ശ്രീലങ്ക, അഫ്ഗാനിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് പാകിസ്ഥാന്റെ കയറ്റുമതി കൂട്ടി. ഇന്ത്യയുമായുള്ള പാകിസ്ഥാന്റെ വ്യാപാര വിവരങ്ങൾ ഇങ്ങനെയാണ്. മാർച്ച് 31 അവസാനിച്ച സാമ്പത്തിക വർഷത്തെ കണക്കുകൾ പരിശോധിച്ചാൽ ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാൻ വാങ്ങിയത് $220.58 ദശലക്ഷം ചരക്കുകളാണ്. അതിനു മുമ്പുള്ള സാമ്പത്തിക വർഷം $206.89 ദശലക്ഷം എന്ന് ഡോൺ റിപ്പോർട്ട് ചെയ്തു. പാകിസ്ഥാൻ സ്റ്റേറ്റ് ബാങ്കിന്റെ കണക്കുകൾ ഉദ്ധരിച്ചാണ് വാർത്ത. 2023 സാമ്പത്തിക വർഷം പാകിസ്ഥാൻ ഇന്ത്യയിൽ നിന്ന് വാങ്ങിയത് $190 ദശലക്ഷം ചരക്കുകളായിരുന്നു. 2024 സാമ്പത്തിക വർഷം വർദ്ധിച്ചു. ഇക്കഴിഞ്ഞ സാമ്പത്തിക വർഷം വീണ്ടും വർദ്ധിച്ചു. അതായത് പാകിസ്ഥാൻ ഇന്ത്യയെ ആശ്രയിക്കുന്നത് തുടരുകയാണ്. പാകിസ്ഥാന്റെ ഇന്ത്യയിലേക്കുള്ള കയറ്റുമതി കുറഞ്ഞു വരികയുമാണ്. ഈ വർഷം മാർച്ച് വരെയുള്ള സാമ്പത്തിക വർഷം പാകിസ്ഥാൻ ഇന്ത്യയിലേക്ക് കയറ്റുമതി ചെയ്തത് $1.43 ദശലക്ഷം ചരക്കുകളാണ്. അതിനു മുമ്പുള്ള വർഷം ഇത് $3.6 ദശലക്ഷമായിരുന്നു. അതായത് കഴിഞ്ഞ സാമ്പത്തിക വർഷം പാകിസ്ഥാന്റെ ഇന്ത്യയിലേക്കുള്ള കയറ്റുമതി കുറയുകയാണ് ചെയ്തത്. ഇന്ത്യയിൽ നിന്ന് വാങ്ങുന്ന ചരക്കുകൾ കൂടുകയും ചെയ്തു. ഇരു രാജ്യങ്ങൾക്കുമിടയിൽ വലിയ വ്യാപാര കമ്മി നിലനിൽക്കുന്നു. ഏപ്രിൽ ഉണ്ടായ പഹൽഗാം ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യ കടുത്ത നടപടി സ്വീകരിച്ചിരിക്കുകയാണ്. പാകിസ്ഥാനിലേക്കുള്ള ചരക്കുകൾ കൊണ്ടുപോകുന്ന കപ്പലുകൾക്ക് ഇന്ത്യ നിരോധനം ഏർപ്പെടുത്തി. പാകിസ്ഥാനിൽ നിന്നുള്ള ചരക്കുകൾക്ക് ചുങ്കം ഇരട്ടിയാക്കി. പാകിസ്ഥാനിലേക്കുള്ള പല കയറ്റുമതിയും നിർത്തിവെക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ വരുന്ന സാമ്പത്തിക വർഷത്തെ കണക്കുകൾ വരുമ്പോൾ വലിയ വ്യത്യാസമുണ്ടാകുമെന്ന് കരുതുന്നു. അതേസമയം പാകിസ്ഥാൻ വളഞ്ഞ വഴി ഇന്ത്യൻ വിപണി പിടിക്കുന്നു എന്ന വാർത്തകളുമുണ്ട്. UAE ഉൾപ്പെടെയുള്ള GCC രാജ്യങ്ങൾ വഴി ഇന്ത്യയിലേക്ക് വരുന്ന പല ചരക്കുകളും പാകിസ്ഥാൻ്റെതാണ് എന്ന ആരോപണമുണ്ട്. മൂന്നാം രാജ്യത്തിലൂടെ പാകിസ്ഥാന്റെ ഡ്രൈ ഫ്രൂട്ട്സ് ഉൾപ്പെടെ ഇന്ത്യയിൽ എത്തുന്നു എന്നാണ് പ്രചാരണം. ഇക്കാര്യം പരിശോധിക്കുവാൻ ഇന്ത്യ UAEയോട് ആവശ്യപ്പെട്ടിരുന്നു. ഇനി ഈ വിഷയത്തിൽ ഇന്ത്യ എടുക്കുന്ന തീരുമാനം അതീവ നിർണായകം തന്നെയാണ്.